ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്ന് തീരുമെന്നുള്ള ചോദ്യത്തിന് ചർച്ചകൾ പോലും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയോട് $24 ബില്യൺ ഇങ്ങോട്ടേക്ക് തരാനാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്ക കനത്ത ആക്രമണം തുടങ്ങുകയും ചെയ്തു. ഹോർമൂസിലാണ് വലിയ ആക്രമണം നടക്കുന്നത്. ഒമാൻ കപ്പൽ ഇറാനിയൻ തീരത്തേക്ക് അടുക്കുമ്പോൾ ആ ഒമാൻ കപ്പലിനെയും അമേരിക്ക ആക്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക കനത്ത ആക്രമണം തുടങ്ങിയത്. ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു, റഡാർ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി നശിപ്പിച്ചു. ഇപ്പോഴിതാ ഇറാന്റെ എണ്ണ ടാങ്കറുകൾ അമേരിക്ക പിടിച്ചെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ മറുവശത്ത് സൈനിക നടപടികൾക്ക് ശക്തി കൂടുകയാണ്. ഇറാനിൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമ്പോൾ നയതന്ത്ര തലത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ സമീപകാല സംഭവങ്ങൾ തുറന്നു കാണിക്കപ്പെടുകയാണെങ്കിൽ അതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും തന്ത്രപരമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന് സമീപം ഡ്രോണുകൾ വെടിവെച്ചിട്ടതിന് ശേഷം ഇപ്പോഴിതാ ഗുരൂഖ്, ഖാസിം എന്നീ തീരദേശ ദ്വീപുകളുടെ റഡാർ സൈറ്റുകളിൽ നശിപ്പിച്ച് അമേരിക്ക മുന്നിലേക്ക് പോവുകയാണ്. ഇറാനിയൻ എണ്ണക്കപ്പൽ ദബാൻ പിടിച്ചെടുത്തുകൊണ്ട് US മറ്റൊരു സൈനിക നടപടി സ്വീകരിച്ചതായി US ഇൻഡോ പസഫിക് കമാൻഡ് പ്രഖ്യാപിച്ചു. എണ്ണക്കപ്പലിൽ 2 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നത്. എണ്ണ വ്യാപാരവും ഷിപ്പിംഗ് പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകളിൽ $24 ബില്യൺ പുറത്തിറക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇറാന്റെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നിലവിൽ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.